ഇന്ന് ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആ രണ്ട് അതികായകന്മാരെ കുറിച്ചാണ്. ഒന്ന്, ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ആവേശം പകരുന്ന നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മറ്റൊന്ന്, ചാണക്യ തന്ത്രങ്ങളിലൂടെ എതിരാളികളെ നിഷ്പ്രഭരാക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പശ്ചിമ ബംഗാളിലെ മണ്ണിൽ ഇന്ന് മുഴങ്ങുന്നത് വെറുമൊരു രാഷ്ട്രീയ മുദ്രാവാക്യമല്ല, മറിച്ച് മാറ്റത്തിനു വേണ്ടിയുള്ള ഒരു ജനതയുടെ ആർപ്പുവിളിയാണ്. ഒരു ഭാഗത്ത് തൃണമൂൽ കോൺഗ്രസിന്റെ വർഷങ്ങൾ നീണ്ട കോട്ടകൾ, മറുഭാഗത്ത് ആ കോട്ടകളെ തകർത്തെറിയാൻ സർവ്വസന്നാഹങ്ങളുമായി എത്തിയ മോദി ഷാ കൂട്ടുകെട്ട്. ബരാക്പൂരിലെ അവസാന റാലിയിൽ പ്രധാനമന്ത്രി പറഞ്ഞ ഒരു വാചകമുണ്ട്: ഇനി ഞാൻ വരുന്നത് മെയ് 4 BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കാണെന്ന്. ഈ ആത്മവിശ്വാസം എവിടെ നിന്ന് വരുന്നു? ഇത് വെറും വാക്കുകളാണോ, അതോ വരാനിരിക്കുന്ന കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തതയാണോ? എതിരാളികൾ പോലും അന്തം വിട്ടു നിൽക്കുന്ന ഈ ആത്മവിശ്വാസത്തിന് പിന്നിലെ സത്യം എന്താണ്? നമുക്ക് ഈ സംഭവത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാം. ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ തിളച്ചു മറയുകയാണ്. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ കണ്ട ആ ജനമുന്നേറ്റം BJP ക്യാമ്പിന് വലിയ പ്രതീക്ഷയാണ് നൽകിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 93% പോളിംഗ് രേഖപ്പെടുത്തിയത് തന്നെ ഒരു വലിയ മാറ്റത്തിന്റെ സൂചനയാണ്. ഇതിന് പിന്നാലെയാണ് ബരാക്പൂരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ആവേശകരമായ പ്രസംഗം നടത്തിയത്. ഇനി ഞാൻ മെയ് 4 വരുന്നത് BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനാണെന്ന അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഒരു സാധാരണ രാഷ്ട്രീയ പ്രസ്താവനയല്ല, മറിച്ച് താൻ തന്റെ ജനങ്ങളിൽ അത്രമേൽ വിശ്വസിക്കുന്നു എന്നതിന്റെ തെളിവാണ്. രണ്ടാം ഘട്ട വോട്ടെടുപ്പാണ് ഏപ്രിൽ 29 നടക്കാൻ പോകുന്നത്. ഈ ഘട്ടത്തിൽ ജനങ്ങൾ എങ്ങനെയൊക്കെ പ്രതികരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുമ്പോഴാണ് അമിത്ഷാ എന്ന ചാണക്യന്റെ തന്ത്രങ്ങൾ അവിടെ വിജയിക്കുന്നത്. സുവേന്ദു അധികാരിയെ പോലെയുള്ള നേതാക്കൾ 152-ൽ 110 സീറ്റും വിജയിക്കുമെന്ന് പറയുന്നത് വെറുതെയല്ല. ബംഗാളിന്റെ മുക്കിലും മൂലയിലും അമിത്ഷാ എത്തിച്ച മോദി തരംഗം അത്രമേൽ ശക്തമാണ്. ഒരു ലക്ഷ്യത്തിലേക്ക് എങ്ങനെ കുതിക്കണമെന്നും എതിരാളിയുടെ കോട്ടയിൽ എങ്ങനെ വിള്ളൽ വീഴ്ത്തണമെന്നും അമിത്ഷായെ കഴിഞ്ഞേ മറ്റാരുമുള്ളൂ. ഇനി ബംഗാളിന്റെ മണ്ണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന ഓരോ ചുവടുവെപ്പും കൃത്യമായ ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ്. സാധാരണക്കാരന്റെ വികാരം തൊട്ടറിഞ്ഞാണ് അദ്ദേഹത്തിന്റെ ഓരോ പ്രസംഗവും. ബരാക്പൂരിലെ റാലിക്കായി അദ്ദേഹം ഹെലിപാഡിൽ നിന്ന് വന്നിറങ്ങിയപ്പോൾ കണ്ട ആ 2 കിലോമീറ്റർ നീളമുള്ള ജനക്കൂട്ടം മാത്രം മതി മോദി എന്ന വ്യക്തിയോടുള്ള ബംഗാളിന്റെ സ്നേഹം മനസ്സിലാക്കാൻ. പുലർച്ചെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ പ്രിയ നേതാവിനെ ഒന്ന് കാണാനും അനുഗ്രഹിക്കാനുമായി കാത്തു നിൽക്കുന്നു എന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു കാഴ്ചയാണ്. ഇത് മോദിയുടെ മാത്രം പ്രത്യേകതയാണ്. താൻ വെറുമൊരു പ്രധാനമന്ത്രിയല്ല, മറിച്ച് ജനങ്ങളുടെ കാവൽക്കാരനാണെന്ന് ഓരോ നിമിഷവും അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ആത്മവിശ്വാസം തന്നെയാണ് മെയ് 4 പുതിയ സർക്കാർ അധികാരത്തിൽ വരുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ അദ്ദേഹത്തിന് കരുത്ത് നൽകിയത്. ഇനി ഇവിടെയാണ് അമിത്ഷാ എന്ന ചാണക്യന്റെ ഇടപെടലുകൾ ശ്രദ്ധേയമാകുന്നത്. മോദി ജനഹൃദയങ്ങൾ കീഴടക്കുമ്പോൾ അമിത്ഷാ ബംഗാളിന്റെ ഓരോ ബൂത്തിലും കൃത്യമായ രാഷ്ട്രീയ കണക്കുകൾ നിരത്തുകയായിരുന്നു. സുവേന്ദു അധികാരിയെ പോലുള്ള കരുത്തരായ നേതാക്കളെ മുൻനിർത്തി അദ്ദേഹം വരുന്ന തന്ത്രങ്ങൾ തൃണമൂലിന്റെ ഉറക്കം കെടുത്തി കഴിഞ്ഞു. ആദ്യഘട്ട വോട്ടെടുപ്പിൽ 93% പോളിംഗ് നടന്നത് ചരിത്രത്തിലെ തന്നെ അത്ഭുതമാണ്. ജനങ്ങൾ കൂട്ടത്തോടെ പോളിംഗ് ബൂത്തിലേക്ക് ഒഴുകിയെത്തിയത് നിശബ്ദമായ ഒരു വിപ്ലവത്തിന്റെ സൂചനയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. 152 സീറ്റുകളിൽ 110 BJP പിടിച്ചെടുക്കുമെന്ന സുവേന്ദു അധികാരിയുടെ വാക്കുകൾ വെറും അവകാശവാദമല്ല, മറിച്ച് അമിത്ഷായുടെ സംഘടനാ പാടവത്തിന്റെ ആത്മവിശ്വാസമാണ്. കേരളത്തിൽ തൃശൂർ പൂരം ആചാരപെരുമയോടെ കൊടിയിറങ്ങുന്ന സമയത്താണ് ബംഗാളിൽ ഈ വിപ്ലവം അരങ്ങേറുന്നത് എന്നതും കൗതുകകരമാണ്. ഒരു വശത്ത് ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെയും ആഘോഷം നടക്കുമ്പോൾ മറുവശത്ത് ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ആഘോഷത്തിന് മോദിയും ഷായും നേതൃത്വം നൽകുകയായിരുന്നു. നിതിൻ നവീനെ പോലുള്ള ദേശീയ നേതാക്കളെ അണിനിരത്തി ഓരോ പഞ്ചായത്തിലും BJP നടത്തിയ സംഘടിത പ്രവർത്തനം ഇന്ന് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. എതിരാളികൾ അമ്പരന്നു നിൽക്കുകയാണ്. എങ്ങനെയാണ് ഒരു പാർട്ടിക്കും അതിന്റെ നേതാക്കൾക്കും ഇത്ര കൃത്യതയോടെയും ആത്മവിശ്വാസത്തോടെയും സംസാരിക്കാൻ കഴിയുന്നതെന്ന് അവർ ആലോചിക്കുകയാണ്. എന്നാൽ അവർ മറന്നു പോകുന്ന ഒരു കാര്യമുണ്ട്: ജനങ്ങളുടെ പിന്തുണയും കൃത്യമായ പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ ഏത് കോട്ടയും തകരുമെന്ന സത്യം. മോദിയുടെ വാക്കുകളിൽ പ്രതിഫലിക്കുന്നത് ഒരു ജനതയുടെ പ്രതീക്ഷയാണ്. അഴിമതിയും ആക്രമണവും നിറഞ്ഞ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് ബംഗാളിനെ മോചിപ്പിക്കാനുള്ള ദൗത്യം അദ്ദേഹം ഏറ്റെടുത്തു കഴിഞ്ഞു. ആ ദൗത്യത്തിന് പിന്നിൽ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന അമിത്ഷായുടെ കരുത്തും ചേരുമ്പോൾ അത് ലോകം ഉറ്റുനോക്കുന്ന ഒരു രാഷ്ട്രീയ ചരിത്രമായി മാറുകയാണ്. കാരണം തോൽവി ഭയക്കാതെ നെഞ്ചുവിരിച്ച് ജനമധ്യത്തിൽ നിന്ന് വിജയം പ്രഖ്യാപിക്കാൻ വലിയൊരു ചങ്കൂറ്റം തന്നെ വേണം. ആ ചങ്കൂറ്റമാണ് നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും മുഖമുദ്ര.
ബംഗാൾ എന്നൊരു വലിയ മാറ്റത്തിന്റെ വക്കിലാണ്. ഇത് വെറുമൊരു വോട്ടെടുപ്പല്ല, മറിച്ച് അഹങ്കാരത്തിനു മേൽ ജനങ്ങൾ നടത്തുന്ന വിജയപ്രഖ്യാപനമാണ്. മോദിയുടെ ആത്മവിശ്വാസവും അമിത്ഷായുടെ കൃത്യതയും ഒത്തുചേരുമ്പോൾ അവിടെ പുതിയൊരു ചരിത്രം പിറക്കുകയാണ്. മെയ് 4-ന് BJPയുടെ വിജയക്കൊടി ബംഗാളിന്റെ മണ്ണിൽ പാറുമോ? മോദി പറഞ്ഞതുപോലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ അദ്ദേഹം വീണ്ടും എത്തുമോ? എന്തായാലും നമുക്ക് നോക്കാം. പക്ഷേ ഒന്നുറപ്പാണ്, ഈ ആത്മവിശ്വാസം കൊണ്ട് ഞെട്ടിയിരിക്കുന്ന എതിരാളികൾക്ക് ഇനി തിരിച്ചു വരാൻ സമയം ഏറെ എടുക്കും. ബംഗാളിലെ തിരഞ്ഞെടുപ്പ് യുദ്ധം ഇപ്പോൾ അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രണ്ടാം ഘട്ടത്തിൽ കണ്ട ആ റെക്കോർഡ് പോളിംഗ് 93% വെറുമൊരു സംഖ്യയല്ല അത്. ഭരണകൂടത്തിനെതിരെയുള്ള ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ആഴമാണ് ഇതിൽ വ്യക്തമാകുന്നത്. സുവേന്ദു അധികാരി പറഞ്ഞതുപോലെ 152-ൽ 110 സീറ്റും BJP തൂത്തുവാരിയാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ അട്ടിമറികളിൽ ഒന്നായി മാറും. ഇനി രണ്ടാം ഘട്ട വോട്ടെടുപ്പിന്റെ ഘട്ടത്തിലാണ് കൊൽക്കത്തയും ദക്ഷിണ ബംഗാളിലെ തൃണമൂലിന്റെ ഉറച്ച കോട്ടകളും പരീക്ഷിക്കപ്പെടുന്നത്. അമിത്ഷാ എന്ന തന്ത്രജ്ഞൻ ഈ മേഖലകളിൽ മാസങ്ങളായി നടത്തിയ നിശബ്ദ പ്രവർത്തനങ്ങളുടെ ഫലം അറിയാൻ ഇനി അധികം കാത്തിരിക്കേണ്ടി വരില്ല. മോദിയുടെ വികസന രാഷ്ട്രീയവും അമിത്ഷായുടെ സംഘടനാ കരുത്തും ചേരുമ്പോൾ മാറ്റം അനിവാര്യമാണെന്ന് ബംഗാളിലെ സാധാരണക്കാർ പോലും ഉറപ്പിച്ചു പറയുന്നു. ഭയം മാറിക്കഴിഞ്ഞു, ഇനി വികസനത്തിന്റെ കാലമാണ് എന്ന മോദിയുടെ വാക്കുകൾ ഓരോ ജനതയുടെയും മനസ്സിൽ ആത്മവിശ്വാസം നിറച്ചിരിക്കുകയാണ്. നമുക്കറിയാം, പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി മമതയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ സർക്കാർ എങ്ങനെയുള്ള ഭരണമാണ് കാഴ്ചവെക്കുന്നതെന്ന്. വികസനത്തെക്കാൾ കൂടുതൽ ആക്രമണ രാഷ്ട്രീയത്തിനും അഴിമതിക്കുമാണ് അവിടെ മുൻഗണന നൽകപ്പെട്ടത്. എന്നാൽ ഇന്ന് ആ മണ്ണിൽ മാറ്റത്തിന്റെ വലിയൊരു കൊടുങ്കാറ്റ് അടിച്ചു വീശുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ആത്മവിശ്വാസം മമതാ ബാനർജിയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ടാണ് BJPയുടെ വിജയയാത്രയെ തടയാൻ അവർക്ക് ആവുന്നത്ര ശ്രമിച്ചിട്ടും ജനങ്ങൾ അത് വകവയ്ക്കാതെ പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തുന്നത്. മമതയുടെ ദീദി എന്ന വിളിപ്പേര് ഇന്ന് ബംഗാളിലെ സാധാരണക്കാർക്കിടയിൽ ഒരു പേടി സ്വപ്നമായി മാറിക്കഴിഞ്ഞു. വികസനത്തിന്റെ പാതയിൽ ബംഗാളിനെ ദശാബ്ദങ്ങൾ പിന്നോട്ടടിച്ച ഭരണമാണ് അവിടെ നടന്നത്. കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ പോലും ബംഗാളിലെ പാവപ്പെട്ടവർക്ക് നൽകാതെ തടഞ്ഞുവെച്ച മമതയുടെ വാശിക്കുള്ള മറുപടിയാണ് മോദി ഓരോ പ്രസംഗത്തിലും നൽകുന്നത്. ദീദി, നിങ്ങളുടെ കസേര ഇളകിക്കഴിഞ്ഞു എന്ന് മോദി വിളിച്ചു പറയുമ്പോൾ അത് വെറുമൊരു വാക്കല്ല, ബംഗാൾ ജനതയുടെ മനസ്സിലിരിപ്പാണ്. അമിത്ഷാ എന്ന തന്ത്രജ്ഞൻ ബംഗാളിൽ ക്യാമ്പ് ചെയ്ത് ഓരോ മണ്ഡലവും ഇഴകീറി പരിശോധിക്കുന്നത് മമതയെ വല്ലാതെ പരിഭ്രാന്തിയിലാക്കുന്നുണ്ട്. BJP എന്ന പാർട്ടി ബംഗാളിൽ വേരോടുമെന്ന് ആരും കരുതിയിരുന്നില്ല. എന്നാൽ ഇന്ന് തൃണമൂലിന്റെ മുതിർന്ന നേതാക്കൾ പോലും ആ പാർട്ടി വിട്ട് മോദിക്കൊപ്പം ചേരുന്നത് മമതയുടെ പരാജയത്തിന്റെ ആഴം വ്യക്തമാക്കുകയാണ്. സുവേന്ദു അധികാരിയെ പോലെ ഒരു കാലത്ത് മമതയുടെ വലങ്കൈയായിരുന്നവർ ഇന്ന് BJPക്ക് വേണ്ടി പട നയിക്കുമ്പോൾ മമതയുടെ തട്ടകം അവിടെ ശൂന്യമാവുകയാണ്. മമതാ ബാനർജി പയറ്റുന്ന വികാരപരമായ രാഷ്ട്രീയ തന്ത്രങ്ങളൊന്നും ഇനി ബംഗാളിൽ വിലപ്പോകില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടത് സമാധാനവും വികസനവുമാണ്. മമതയുടെ ഗുണ്ടായുസത്തിനും ഭീഷണികളെയും അതിജീവിച്ച് രണ്ടാം ഘട്ട വോട്ടെടുപ്പിലും ജനങ്ങൾ BJPയെ നെഞ്ചിലേറ്റുമെന്ന് ഉറപ്പാണ്. മെയ് 4-ന് BJPയുടെ സത്യപ്രതിജ്ഞ നടക്കുമെന്ന് മോദി അത്രമേൽ ഉറപ്പിച്ചു പറയുന്നത് മമതയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ ബംഗാൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നതുകൊണ്ടാണ്. അധികാരം നഷ്ടപ്പെടുമെന്ന ഭയത്താൽ മമത കാണിച്ചു കൂട്ടുന്ന വെപ്രാളങ്ങൾ BJP പ്രവർത്തകർക്ക് നൽകുന്ന ആവേശം ചെറുതല്ല. ഇത് മമതയുടെ കാലമല്ല, ഇത് മോദിയുടെയും അമിത്ഷായുടെയും ചാണക്യ തന്ത്രങ്ങളുടെ കാലമാണ്. ആ തന്ത്രങ്ങൾക്ക് മുന്നിൽ മമതയുടെ കോട്ടകൾ ഓരോന്നായി തകർന്നു വീഴുന്നത് നിങ്ങൾ ഇനി കാണാൻ പോവുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.